അയ്യോ, 1 2 3 4 5 ഇത് എത്ര നോക്കൂരിത്? ശ്രദ്ധിക്കാൻ പറഞ്ഞ ഞാൻ ഒന്നും നോക്കൂല. മൂക്ക് ഇവിടെ കറുത്തൊരുമാതിരി ഇരിക്കുന്നു. എന്ത് കോലാന്തോ? എങ്ങനെ സാധിക്കുന്നു പിങ്കി നിനക്ക്? എങ്ങനെ സാധിക്കുന്നു? സുന്ദരിയായ ഒരമ്മ, റഫ് ആൻഡ് ടഫാണ് കാണാനെങ്കിലും കാണാൻ ഇത്തിരി ജെന്റിൽമെന്റായ ഒരച്ഛൻ, പിന്നെ മിസ് വേൾഡിനെ പോലെ ഒരു ചേച്ചി, ഞാൻ മാത്രം ഒരു മത്തങ്ങയ്ക്ക് കയ്യും കാലും വച്ച ഒരു ഐറ്റം. എന്തുവാണോ ഇങ്ങനെ ചുണ്ടൊക്കെ വരണ്ട ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് എന്റെ കുടുംബത്തിലെ എല്ലാരെയും കാണാൻ കൊള്ളാം. ഞാൻ മാത്രം എന്തുവാണോ അതെ, കുടുംബത്തിൽ ജനിക്കണം, കുടുംബക്കാരെ പോലെ ഇരിക്കണമെങ്കിൽ. പിന്നെ തവണ കൊടുത്ത് മേടിച്ചല്ലേ? മേടി അവിടെ കൊടുത്ത് മേടിച്ച കൊറേ ഞാൻ കേട്ടു. പിന്നെ അല്ലാതെ എന്ത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയണെന്ന് നിനക്കറിയോ? ആണ് സത്യം. റിങ്കി പല പ്രാവശ്യം പറഞ്ഞോട് ചുമ്മാ ഇങ്ങനത്തെ വർത്താനം എന്റെ അടുത്ത് പറയരുത്. എടി നീ തന്നെ ആലോചിച്ച് നോക്ക്, കുടുംബത്തിലെ എല്ലാവരും ഒരുപോലെയാണ് ഇരിക്കുന്നത്, നീ മാത്രം എന്ത് വ്യത്യാസമാണെന്ന് ആലോചിച്ച് നോക്ക്. അത് ചില കുടുംബത്തിലൊക്കെ അങ്ങനെയാണ്, ഒരാളോ രണ്ടാളൊക്കെ അങ്ങനെ വ്യത്യാസമായിട്ടൊക്കെ വരും. അങ്ങനെയാണ്. ഒന്നിച്ചിപ്പോ ഞാൻ കുടുംബത്തിലല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, സത്യം. നീ ജനിച്ചപ്പോ തന്നെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് ഉൾപ്പെടെ. എന്തോന്ന്? എന്റെ ഡൗട്ട് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നീ ജനിച്ച സമയത്ത് തൊട്ടടുത്ത് തന്നെ വേറൊരു ആന്റി ഉണ്ടായിരുന്നു. അവരടുത്ത് കിടന്ന കുട്ടിയുണ്ടല്ലോ, നല്ല തക്കുട് പോലെ കുടുകുടുകുടുകൂടാന്നിരുന്ന നല്ല തുടുത്ത് വെളുത്ത അമ്മയെ പോലെ നല്ല ചുന്ദരി മണി. പക്ഷെ എന്റെ അമ്മയുടെ അടുത്ത് കിടന്ന ഒരു മെലിഞ്ഞുണങ്ങിയ ഒരു നച്ചിലി സാധനം, ഒരു ലുക്കില്ല. എനിക്ക് തോന്നുന്നത്, എന്റെ ബലമായിട്ടുള്ള സംശയം, അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾ മാറിപ്പോയോ എന്നാണ്. കളിച്ചു പോ. എന്ത് എനിക്കിതിനെ കാണണ്ട. സത്യടി. അന്നേ അമ്മ ഒരു ഡൗട്ട് പറഞ്ഞതാ. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, അമ്മ ഗർഭിണിയായിരുന്ന സമയത്ത് എന്തൊക്കെ നല്ല ഫുഡ് കഴിക്കുമെന്നറിയോ? നല്ല കുങ്കുമപ്പൂവ്, ബദാം മിൽക്ക്, ആപ്പിൾ തന്നെയാണെങ്കിൽ ഒരു കെട്ട് കണക്കിനാണ് മാമൻ കൊണ്ടുവന്നോണ്ടിരുന്നത്. അതൊക്കെ കഴിച്ചനുസരിച്ച് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിന്നെ പോലെ ഒരു കൊച്ചിനെ അല്ല എന്റെ അമ്മയ്ക്ക് കിട്ടേണ്ടത്. സത്യം, ഇത് മാറിപ്പോയത് തന്നെയാണ്, ഒരു ഡൗട്ടും ഇല്ല. ഇനി ഞാൻ പറഞ്ഞുതരാം, ആ ഹോസ്പിറ്റലിൽ പോയി രജിസ്റ്റർ ബുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കറക്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റും. റിങ്കി ആവശ്യമില്ലാതെ സംസാരിച്ച് കഴിഞ്ഞാൽ അടിച്ചിട്ട് ഷേപ്പ് പറ്റില്ല കടല. അടിച്ച ഷേപ്പ് മാറ്റാൻ നീ അടിച്ചാലും ഷേപ്പ് ഒന്നും മാറാനൊന്നും പോലില്ല. ഞാൻ അത്യാവശ്യം നല്ല ഷേപ്പിലാണ് ഇരിക്കുന്നത് കേട്ടോ. ചൊറിയണോ? ചൊറിഞ്ഞോണ്ട് അവിടെ ഇരുന്ന കേട്ടാ, ഞാൻ പോണ്. കുറച്ചുകൂടി ഒപ്പിച്ചോ. അമ്മ എന്തോന്ന്? അമ്മ എന്തിനാ അമ്മ എന്നെ തവണ കൊടുത്ത് മേടിച്ച? അവള് പറഞ്ഞില്ല, അമ്മ പ്രസവിച്ച് കിടന്നപ്പോഴേക്കും തൊട്ടടുത്ത് വേറെ ഒരു ആന്റി പ്രസവിച്ച് കിടക്കായിരുന്നു, അപ്പൊ 2 കുഞ്ഞും കൂടെ മാറിപ്പോയാണെന്ന്. അമ്മയുടെ കുഞ്ഞല്ലേ അമ്മ. തവിട് കൊടുത്ത് മേടിച്ചാണെങ്കിൽ നല്ല വർക്കത്തുള്ള ഒരെണ്ണത്തിന് നോക്കി തെരഞ്ഞെടുക്കൂല, ഈ സാധനത്തിന് എടുക്കുവോ ഡാമേജ് പീസിനെ? നീ പെണ്ണെ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇത് ആദ്യമായിട്ടാണ് അവളിങ്ങനെ പറയണത്. നീ ജനിച്ച കാലത്തോട്ട് പറയാൻ തുടങ്ങിയല്ലേ? ഓരോ പ്രാവശ്യം വന്ന് ഞങ്ങൾ അവസാനം നിന്നെ കരച്ചിലും മാറ്റി അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞത്. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വല്ല മറ്റേ അടിച്ചു തരും. ഇവളെന്തിനാ എപ്പോഴും ഇങ്ങനെയാണെന്ന് പറയണ? ഇനി നിന്നെ കാണുമ്പോഴാണ് എനിക്ക് ഇത്രയും വൃത്തിയുടെ കോലമെന്ന് എനിക്ക് മനസ്സിലാവണത്. ഞാൻ അതൊന്നും അല്ല പറയാന്ന്, വിഷയം മാറ്റിക്കളഞ്ഞു. എന്തോന്ന്? ഇനി വീട്ടിൽ ഒരു വക സാധനം ഇല്ല. ഉച്ചയ്ക്ക് അത് വേണം ഇത് വേണമെന്നൊന്നും പറയില്ല. ഞാൻ വല്ല കഞ്ഞിയും ചമ്മന്തി ഉണ്ടാക്കി തരും. ഒരു സാധനം ഇല്ല. നിന്റെ അച്ഛൻ്റെ പറഞ്ഞാൽ വാങ്ങിച്ചോട്ട് വരത്തുമില്ല. എന്തെങ്കിലും എന്തോ ഉണ്ടാക്കി താ, എന്തെങ്കിലും തിന്നോണം. അവസാനം കണസാന്ന് പറയരുത് കേട്ടല്ലോ. ഭക്ഷണം കൊണ്ട് വെക്കുമ്പോഴത്തേക്ക് എനിക്കറിയാം നിന്റെ സ്വഭാവം അതാണ്. അതുണ്ടാക്കിയില്ല ഇതുണ്ടാക്കിയില്ല അമ്മ ഇന്നും ഇങ്ങനെ എന്നൊന്നും പറയില്ലേ? എനിക്കറിയാം, മുൻകൂർ ജാമ്യം എടുത്തു. ആണ്, മുൻകൂർ ജാമ്യം എടുക്കണം. ഞാൻ ഇപ്പൊ വീട്ടിൽ ഒരു ഓഫീസ് പോലെ അല്ലേ, എല്ലാരും ബോധിപ്പിച്ചാലല്ലേ എനിക്കല്ലോ ജീവിക്കാൻ പറ്റും. ഈ വീട്ടിന്റെ അച്ഛൻ വിളിക്കണം. ഹലോ, ആരാ കേട്ടാ? ഒരു വക സാധനം ഇല്ല, വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് ഇന്നലെയും വാങ്ങിച്ചോണ്ട് വന്നില്ല. ഇപ്പൊ പിള്ളേർക്കൊന്നും കൊടുക്കായി. അങ്ങനെ പറഞ്ഞ എന്തോന്നാ? പെട്ടെന്ന് കയറി വരും എന്ന് പറഞ്ഞാ ഇവിടെ ഒരു വക ഇരിപ്പില്ല. ലീവ് എടുത്ത് വരുവോ? എന്നാ പെട്ടെന്ന് വന്നിട്ട് വാങ്ങിക്കണം. അല്ലാതെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇത് എന്തൊന്നും പരിപാടി, ഇതൊക്കെ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ഒഴിവാക്കായിരുന്നില്ലേ? പിന്നെ ഒരു ദിവസം പറഞ്ഞിട്ട് വരുന്നാ പോരായിരുന്നു. അങ്ങനെയാ? ഓ ആ ആ ആ ആ ശരി ശരി ശരി. ശരി ഞാൻ പറയാം. ശരി.
എന്തുവാ ഡേ മറ്റേ ഇവളില്ലേ ഏവള് മാലു അച്ഛന്റെ കുഞ്ഞമ്മയുടെ മോള് ആ എനിക്ക് കല്യാണം കഴിഞ്ഞില്ലേ അവര്? ആ പയ്യനെയും കൊണ്ടുവരുന്നു ഭർത്താവിനെയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നു ഓ ഇപ്പഴാ ആ അവരങ്ങ് പാറമടയിൽ അമ്മയുടെ അടുത്ത് പോകാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്ക് അവിടെ ചിന്നു രാമനൊന്നും ഇല്ല. അതുകൊണ്ട് അമ്മ പറഞ്ഞു നീ രവിയുടെ വീട്ടിൽ പോന്നു. ഇവിടെ അടുത്ത ആ പയ്യന്റെ മാവൻ ആരോ ഇവിടെ ഉണ്ട്, അവരുടെ വീട്ടിലും പോണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന ഇവിടെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നു എന്തൊക്കെയോ പറഞ്ഞു. ഇവിടെ ഒരു വകയില്ല വരട്ടെ, അച്ഛൻ വന്ന ലീവ് എടുത്തോണ്ട് വരാന്ന് പറഞ്ഞു. വീട് ഒരു പെട്ടെന്ന് ശരിയാക്കണം. വൃത്തിയാക്കണം പറയില്ലല്ലോ പൊന്നമ്മ, എനിക്ക് വയ്യ. നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. നീ നിന്റെ സൗകര്യത്തിന് ഞാൻ പോയൊന്ന് ശരിയാക്കട്ടൂടെ പെട്ടെന്ന്. അവര് വരുന്ന കാര്യം റിങ്കിയുടെ അടുത്ത് പറയട്ടെ. അപ്പൊ അവൾ ഈ സെയിം കോലത്തിൽ തന്നെ കിടക്കും. ഞാൻ ഒരുങ്ങി മേക്കപ്പ് ഒക്കെ ഇട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നിൽക്കും. നല്ല ഐഡിയ. മേക്കപ്പ് ഇട്ട് സൗന്ദര്യം കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. എടി ഒന്ന് നേരത്തെ ഇൻഫോം ചെയ്തുകൂടായിരുന്നാ? ചേട്ടന്റെ ചെറിയച്ഛന്റെ വീട്ടിൽ പോയിട്ട് ഇതുവഴി ഒന്നും പോകുന്ന പ്ലാൻ ചെയ്തൊന്നും അല്ല ചേച്ചി. എന്തായാലും ഒന്ന് മിനിങ്ങിട്ടുണ്ട്. ബാങ്കിലാണോ ജോലി? ആ ബാങ്കിലാ ജോലി. എവിടെ? ഇവിടെ അടുത്ത് തന്നെ, അടുത്ത ബ്രാഞ്ചിൽ തന്നെയാണ്. എത്ര ദിവസം ഉണ്ട് ലീവ്? ഒരു മാസം കാണും. ഒരു മാസം ഉണ്ടല്ലേ ലീവ്? കല്യാണത്തിന് വരാൻ പറ്റില്ല, അറിയാലോ ഇപ്പോഴത്തെ സാഹചര്യം ഒക്കെ ആയിരുന്നില്ലേ. എന്തായാലും സന്തോഷമായി. പോരെ പിള്ളേരൊക്കെ എന്താ ചേച്ചി? പിള്ളേരെ അകത്തുണ്ട്. രവിയുടെ ഇപ്പൊ വരും കേട്ടോ. വാ മക്കളെ, റിങ്കി പിങ്കി ആര് വന്ന് നോക്ക്. ആരമ്മ? വാ. അയ്യോ ഇതാരും മാലിന് ആന്റിയാ? ചേച്ചി ഈ പെങ്കുച്ചങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. അവള് ഫുൾ ടൈം ഈ ബോക്സിംഗ് പ്രാക്ടീസ് അല്ലേ. പിന്നെ ഫുഡൊക്കെ എന്ന് പറഞ്ഞാൽ അവള് ഡയറ്റ് ഫുഡാണ് കഴിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കൂല, പ്രോട്ടീൻ മാത്രം. കാലറി ഒക്കെ വളരെ കുറച്ചേ കഴിക്കുള്ളൂ. അതാണ് ഇങ്ങനെ ആയിപ്പോയത്. നിങ്ങൾ ഇരിക്ക്, ഞാൻ കുടിക്കാന്നല്ല എടുത്തോണ്ട് വരാം. അയ്യോ എത്ര കാലേ കണ്ടിട്ട്. ഇരി. ഹലോ. ഹായ്. ഹായ് ആന്റി. ഹായ്. ഹായ് അങ്കിൾ. പിങ്കി മോളെ നീ അങ്ങ് സുന്ദരിയായല്ലോ. മേക്കപ്പ് കഴിഞ്ഞ ഉത്സവത്തിനുണ്ടല്ലോ അന്ന് കോവലം കെട്ട ലുക്കായിരുന്നു, ഇപ്പൊ അങ്ങ് സുന്ദരിയായി. അതങ്ങനെ കൊച്ചിലെ കാണാൻ ലുക്കില്ലാത്ത കുട്ടികൾ വളർന്നു വലുതാവുമ്പോ നല്ല ലുക്കായിരിക്കും. അത് പണ്ടുള്ളവർ പറയുന്നത് കേട്ടതാണ്. ആ അതെ, ഞാൻ മഹേഷ് ചേട്ടനുണ്ടല്ലോ ആരെയും അങ്ങനെ നോക്കാറില്ല, പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാറില്ല. അപ്പൊ ഇവര് പറഞ്ഞവരെ നിനക്ക് നേരത്തെ അറിയായിരുന്നല്ലേ? എന്നിട്ട് എന്തോടി എന്റെ അടുത്ത് പറയാത്ത? നേരത്തെ നീ അറിഞ്ഞു കഴിഞ്ഞാൽ നീ വേറെ സ്കോർ ചെയ്യത്തില്ല റിങ്കി. നിനക്ക് ഞാൻ കാണിച്ചു തരാടി മുളകെ തരാം പണി. കപ്പ ചിപ്സ്. ചായ കുടിക്ക്, കഴിക്കട്ടാ. കഴിക്ക്. മണി ഇരിക്കും നീ വിളിക്കുമ്പോഴേ ഞാൻ ബാങ്കിലായിരുന്നു. ദേവേട്ടൻ ഉച്ചയ്ക്ക് ലീവ് എടുത്തോ? ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്തു. അത് നന്നായി. ശരി നിങ്ങൾ ഇരിക്കേ. മണി നീ വന്നേ. എന്തുവാ കവറില്? കവറിലുണ്ട്. ഇരിക്കേ. നീ വരവേ. ആർത്തി കാണിക്കാതെ. പിങ്കി റിങ്കി മക്കളെ ഇങ്ങി വന്നേ. ശരി ശരി. അതാ വരുന്ന ചപ്പ വരാവേ. ഒരു കാര്യം പറയട്ടെ. അതെ
നാണം കെടുത്തരുത്. ഇവള് കുറച്ച് പതുക്കെ പറ. അവരെ അറിയാലോ അവളുടെ സ്വഭാവം. അവള് പാറകളെ ചെന്ന് എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുക്കും നിന്റെ സ്വഭാവം എങ്ങനെയാണ്. അവസാനം ഞാൻ വളർത്തി ഇല്ലാണ്ടാക്കിയെന്ന് വന്ന് നിന്റെ അച്ഛമ്മ അടുത്ത് ചെന്ന് പറയാം. അമ്മയ്ക്ക് ഇത് കേട്ടാ മതിയല്ലേ പിന്നെ എന്റെ നെഞ്ചത്ത് കയറാനായി. നീ വേറെ നാണം കെടുത്തരുത്. നീ പറയട്ടെ അവരെ മുമ്പ് കിടന്ന് അലിമ്പ് കാണിക്കരുത്. ഞാൻ അലമ്പൊന്നും കാണിച്ചില്ല. പറയുമ്പോ എന്റെ പെങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ചിന്നുവിനെ പോലെ അല്ല അവള്. മനസ്സിലായ? ഞാൻ അവിടെ ചെന്ന് എല്ലാ ബന്ധുക്കളും പ്രത്യേകിച്ച് ഉണ്ണിമാമന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാല്ല അങ്ങനെ വെള്ളം ഒടിച്ചാൽ അവിടെ എല്ലാം പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് 2 തലകറിച്ച പിള്ളേരുണ്ടെന്ന് പറയും. അല്ലെങ്കിലേ മാലിനി ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ് അറിയാലോ. അപ്പൊ എന്ത് പറഞ്ഞാലും ചിരിച്ചോണ്ട് ഹാന്ന് കാണിച്ചോണ്ടങ്ങ് നിക്കണം. ചിരിച്ചോണ്ടേ നിന്നോളൂ. നീ ചിരിച്ചോണ്ട് കൂടുതൽ എന്തൊക്കെ പറഞ്ഞു ഞാൻ കേട്ട്. മക്കളെ നിങ്ങൾ തമ്മിൽ അവരെ മുമ്പിൽ വഴക്കടിക്കരുത്. അതുപോലെ അച്ഛാ അവര് പറഞ്ഞ കാര്യം ഒരു വാക്ക് എന്റെ അടുത്ത് പറയാത്തത്. ഈ പൊണ്ടവരും പിടിച്ചോളൂ അങ്ങ് സ്കോർ ചെയ്യാനായിട്ട് അങ്ങ് ഒരുങ്ങി കെട്ടി അവരെ മുമ്പ് വന്നിട്ട് വലിയ ആളായി. ബുദ്ധി പറഞ്ഞു എന്താണെന്നറിയോ മേലും ഞൊറങ്ങി ഒരുമാതിരി ഇരിക്കുന്നു. ആരെങ്കിലും പറഞ്ഞു തന്നെ നിനക്ക് അങ്ങ് തകർന്നു പോവോ? അവൾ എന്തെങ്കിലും പറയണല്ലേ. നിന്റെ സ്വഭാവം അവൾക്ക് അറിയാം. ഇത് പറഞ്ഞാൽ നിനക്ക് അനങ്ങുമെന്ന് നിനക്ക് ഇളകുമെന്ന്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു ഏറ്റു. എന്തെങ്കിലും കിട്ടിയാൽ മതി ഇവർക്ക്. അതും പിടിച്ച് ഞാൻ പോയിക്കോട്ടെ. നിനക്ക് ഇതിനുള്ള പണി ഞാൻ തരുമോടി. അവളെന്ന് പറഞ്ഞ ഒരു കുഴിത്തിരിമ്പ് കേസാണ്. കണ്ടപ്പോഴാ മനസ്സിലായി. എല്ലാവരല്ലേ കേക്കട്ടെ. നീ പറഞ്ഞേക്കാം. അപ്പൊ അതുകൊണ്ട് അവള് നിന്നെ ചൊടിപ്പിക്കാൻ വേണ്ടി പറയാം. നിങ്ങൾ തമ്മിൽ അടികൂടാൻ വേണ്ടി. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ കൺട്രോൾ ചെയ്യും. നിങ്ങൾ അത് മനസ്സിലാക്കി പെരുമാറുക. ചിരിച്ചോണ്ടേ നിക്കാവളെ. മനസ്സിലായോ? ഞാൻ ചിരിച്ചോണ്ടേ പറയരുത്. പിന്നെ അവരെന്തെങ്കിലുമൊക്കെ പറയുമ്പോ നമുക്ക് ഇങ്ങനെ ഉള്ളിന്ന് ഉള്ളിന്ന് വരണങ്ങ് കൺട്രോൾ ചെയ്യണം. മാക്സിമം ശ്രമിക്കാം. അഭിമാന പ്രശ്നമാണ്. നീ ഒരുങ്ങിയില്ലെങ്കിൽ നീ സുന്ദരിയില്ലേ? ഞങ്ങൾ അറിഞ്ഞൂടെ നിന്നെ? അതന്നെ. അല്ലെങ്കിൽ അവളുടെ ലെവലിട്ടല്ലേ ഉള്ളൂ നിനക്ക് സൗന്ദര്യം ഉണ്ടെന്ന് അറിയാം. ഓക്കെ മണി വാ പറയട്ടെ. മക്കളെ ഇങ്ങ് വാ. ഒരു കാര്യം പറയണ്ട്. അതെ നീ പറ. മക്കളെ ഇന്ന് അമ്മ പറഞ്ഞില്ലേ നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ ഒന്നുമില്ല, പച്ചക്കറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തട്ടിക്കൂട്ടി പരിപാടിയാണല്ലോ ഉദ്ദേശിച്ചിരുന്നത്. ഇവര് വരുന്ന പ്രമാണിച്ച് അച്ഛൻ കുറച്ച് ഫുഡ് വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്ത് ഫുഡ് വാങ്ങിച്ചത്? ഫ്രൈഡ് റൈസ്, ഇത് ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി, ചിക്കൻ കറി ഉണ്ട്, പിന്നെ ചിക്കൻ കറി ഉണ്ടോ പറയട്ടെ, പിന്നെ കരിമീനുണ്ട്. കരിമീനും വാങ്ങിച്ചിട്ടുണ്ട്. പറയണ കേക്ക് അച്ഛൻ 2 എണ്ണ വാങ്ങിച്ചോണ്ട് വന്നുള്ളൂ. അത് മോളെ വേറെ ഒന്നുമല്ല, പെട്ടെന്നാണ് ഇവര് വിളിച്ച് പറഞ്ഞത്. ഞാൻ ബാങ്കിൽ നിൽക്കുകയായിരുന്നല്ലോ. പിന്നെ ഞാൻ വേഗത്തിൽ രാംകുമാർ സാറെന്ന് പറഞ്ഞിട്ട് വേഗത്തിൽ വന്ന് ഡ്രസ്സ് മാറിയിട്ട് ഞാൻ പോയപ്പോഴത്തേക്ക് അവിടെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മാത്രമല്ല വേറെ കടയിൽ കയറി വാങ്ങിക്കാന്ന് വെച്ചാൽ കരിമീൻ ഭയങ്കര വില. പിന്നെ എന്തിനു മേടിക്കാൻ മോളെ പറയട്ടെ, നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് വരില്ലേ, ചിന്നുവാണെങ്കിൽ കുഴപ്പമില്ല. ഇത് അങ്ങനെയല്ല, കുഞ്ഞമ്മയുടെ മോളല്ലേ അവള്. മക്കളെ അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് നമ്മള് ഭക്ഷണം കൊണ്ടുവച്ചു എന്ന് കരുതി അവരെല്ലായിടത്തും തീർക്കൊന്നുമില്ല. ഓ പിന്നെ അവര് ഒന്നും തിന്നൂല. അവരെല്ലാ വീട്ടിലും പോയി നോൺ വെജ് കഴിച്ച് മടുത്തിരിക്കുകയാണ്. പൊതുവെ അങ്ങനെയാണ്. അവരിങ്ങനെ ഷോയ്ക്ക് കുറച്ചെടുക്കും, കുറച്ച് കഴിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കും, ചിരിച്ചിട്ട് പോകും. അപ്പൊ മിക്കവാറും ആ 2 ഫ്രൈയും അവിടെ ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കഴിക്കാലോ. നീ 2 എണ്ണം കഴിച്ചോ. എന്തായാലും അച്ഛൻ കാണിച്ച മോശമായി പോയി അച്ഛാ. വീട്ടില് ഞങ്ങൾ 2 പേരും ഇരിക്കുമ്പോഴത്തേക്കും 2 എണ്ണം വാങ്ങിച്ചോണ്ട് കുറച്ച് കഷ്ടമായി പോയി കേട്ടോ. മക്കളെ അങ്ങനെ പെട്ടെന്ന് ഇതൊന്നും പ്ലാനിങ് അല്ലല്ലോ. ഞാൻ പറയട്ടെ, വിഷമിക്കാതെ, നാളെ അച്ഛൻ വലിയ 2 കരിമീൻ വാങ്ങിച്ച് ഫ്രൈ ചെയ്ത്. എനിക്ക് അച്ഛനെ തീരെ വിശ്വാസമില്ല. നീ വിശ്വസിക്കില്ലെങ്കിൽ എന്നെ വിശ്വസിക്കും. ഞാനും പറഞ്ഞു വാങ്ങിപ്പിച്ചു തരാം. ഒരു കാര്യം ചെയ്യണം, അവരെ മുന്നേ വെച്ച് ഞങ്ങളെ നാണം കെടുത്തരുത്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നാണം കെടുത്തരുത്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സന്തോഷത്തിൽ നിൽക്കണം കേട്ടാ. അവരെങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോട്ടെ. പെട്ടെന്നായിപ്പോയില്ല, അതല്ലേ അച്ഛൻ ഉറപ്പായിട്ട് വാങ്ങിച്ചു തരാം. കുഴപ്പമില്ലല്ലോ. അമ്മ നേരത്തെ പറഞ്ഞല്ലോ 2 കരിമീൻ എനിക്ക് കിട്ടുമോ? ഉറപ്പായിട്ട്. എന്തോ 2 കരിമീൻ നിനക്കാ? എന്തോ അപ്പൊ ഞാനാ കാണാതിരിക്കണ? അവർ കഴിച്ചില്ലെങ്കിലുള്ള കാര്യമില്ല. അത് പോട്ട്, നാളെ വേറെ വാങ്ങിച്ചാലും അച്ഛൻ പറഞ്ഞില്ലേ. അത് വീട്. ഇനിയിപ്പോ ആ കാര്യം ചിന്തിക്കണ്ട. ഇപ്പൊ നന്നായിട്ട് അവർക്ക് ഫുഡ് കൊടുക്കാം. ഒരു കാര്യം ചെയ്യും, അവരെവിടെ? പൂന്തോട്ടം നോക്കാൻ പോയി. അപ്പൊ ഒരു കാര്യം, നിങ്ങൾ അവരെ പോയി വിളിച്ചോണ്ടോ. ഇവട്ടാ നമുക്ക് എടുത്തു വെക്കാം. ഓക്കെ. ഞാൻ മിക്കവാറും ഞാൻ അവരെ കൊണ്ട് മീൻ തീറ്റിപ്പിക്കത്തില്ല. ഒന്നും വേണ്ട, നിങ്ങൾ പോയി വിളിച്ചോ. എന്തെങ്കിലും പണി ചെയ്യൂ. ഒന്നും ചെയ്യൂല. ഒരു വിശ്വാസം പറ്റി മക്കളല്ലേ. വിശ്വാസമുണ്ട്, പക്ഷെ അവള് പറഞ്ഞില്ലേ.
ആ എല്ലാം ചുറ്റിക്കറങ്ങി കണ്ടോ? ഇരിക്കി മണി, ആ ഇരിക്കി. വീടും പരിസരമൊക്കെ കണ്ടല്ലേ? ഓ കണ്ട്. ചേച്ചിയുടെ പൂന്തോട്ടമൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലോ. ആണോ? താങ്ക് യു. മകേശ്വരന്റെ വീട്ടിലുണ്ട് പൂന്തോട്ടം. ആ. വലുതാ. ആണോ? ആ, അതും വില കൂടിയ ചെടികളാ. ഓ ഓക്കെ 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 ഓക്കെ. ഓർക്കിഡാ? ഓ ഇവിടെ ഉണ്ട് കേട്ടോ കുറച്ച് ഓർക്കിഡ്സ്. ആ കണ്ടായിരുന്നു, 1-2 അവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അതും വേരൊക്കെ നശിച്ചു. അതെ, നമുക്ക് വിശേഷമൊക്കെ പിന്നെ പറയാം. നിങ്ങൾ ഭക്ഷണം കഴിക്കും, വിളമ്പി കൊടുക്കും. സ്വന്തം വീട് പോലെ കണ്ടങ്ങെടുത്ത് കഴിക്ക്. എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഓ ഇതൊന്നും വേണ്ടായിരുന്നു ചേച്ചി. നോൺവെജൊക്കെ കഴിച്ച് മടുത്തു. ഓ അങ്ങനെയൊക്കെ പറയല്ലേ? ഒന്നല്ലേ ആദ്യമായിട്ട് കഴിക്ക് കഴിക്ക്. അയ്യോ, അവർക്ക് നോൺ വെജ് വേണമെങ്കിൽ നമ്മൾ നിർബന്ധിക്കണ്ട. വല്ല പച്ചക്കറിയൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മതി. പെങ്കി അങ്ങനെ പറയല്ലേ, നീ ഒന്നോടി കഴിക്കേ. ആ കഴിക്ക് കഴിക്ക്, എടുക്ക് എടുക്ക്. മഹേഷിന് മീനൊക്കെ ഇഷ്ടമല്ലേ? ആ എനിക്ക് മീൻ വലിയ ഇഷ്ടം. മീനില്ലാതെ എനിക്ക് ഇറങ്ങില്ല. ആണോ? ഒരു അവിടെ മീനുണ്ടല്ലോ. പോയി. മതി മതി എനിക്ക്. ആന്റിക്ക് മീൻ വേണ്ടായിരിക്കും അല്ലയോ? ഈ വിരുന്നിന് പോയിട്ട് അത്രയും നോൺ വെജ് ആയിരുന്നു. ഓ മാത്രമല്ല മഹേശ്വരന്റെ വീട്ടിൽ 4 നേരം നോൺ വെജ്. 4 നേരം. വിളമ്പി കൊടുക്കടി. കഴിക്ക് മക്കളെ. ചേച്ചി കുറച്ച് വെള്ളം. വെള്ളം വെള്ളം. വെള്ളം വേണം, എടുത്തുണ്ടല്ലോ. കഴിക്ക് നിങ്ങൾ കഴി. വേണ്ടേ വേണ്ടല്ലേ? നിങ്ങൾ കഴിച്ചോ? കഴിച്ചോളൂ, കഴിക്കും, അവര് കഴിക്കും. നിങ്ങൾ കഴിക്കും. എന്റെ കൊച്ചെ നോക്കിക്കൊണ്ടിരിക്കാതെ കഴിക്കും. ഇതെന്തോ ഈ പെണ്ണ്. ഞാൻ വിളമ്പി തരാം. അത്ര മതി, ഇങ്ങനെ അധികം നിർബന്ധിക്കണ്ട. ഓണൊക്കെ കഴിച്ച് മടുത്തതല്ലേ? ഒരു ഫോർമാലിറ്റി വേണ്ട കേട്ടോ, ആവശ്യം പോലെ കഴിക്കും. എവിടെ കഴിക്കാ? അല്ലേ, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. ആന്റിക്ക് മീൻ വേണ്ടാത്തോണ്ട് അത് പിന്നെ എനിക്ക് എടുക്കാവോ? അവളൊരു തമാശ പറയാം. ഇവളെ വലിയ തമാശക്കാരിയാ. അതെ അതെ. മഹേശ്വരനും നല്ല തമാശക്കാരനാ. എന്നാളുടെ അപ്പൂപ്പന്റെ അടുത്ത് ഒരു തമാശ പറഞ്ഞ അപ്പൂപ്പന് ശ്വാസം മുട്ടിപ്പോയി. അയ്യോ, തട്ടിപ്പോയാ? എന്നിട്ട് എന്താ അവൻ തൂക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 3 ദിവസം കഴിഞ്ഞപ്പോ ഡിസ്ചാർജ് ആക്കി. മൈൻഡ് അറ്റാക്കാന്നാ പറഞ്ഞത്. നല്ല തമാശ. നല്ല ഐശ്വര്യം കേട്ടോ. ഫിഷ് എങ്ങനെയുണ്ട് ചേട്ടാ? ഇച്ചിരി പഴകിയതാന്ന് തോന്നുന്നു. ആണോ? നോക്കട്ടെ. അതും പോയി. നോൺ വെജ് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഫുഡ് അറേഞ്ച് ചെയ്യായിരുന്നു. ഇതിപ്പം പെട്ടെന്നായതുകൊണ്ടേ. ഇനി ആയാലും ഉണ്ടാക്കി കൊടുക്കായിരുന്നു. എന്തൊന്ന് വെജിറ്റേറിയൻ. അല്ല, മഹേഷിന്റെ ഒരു അമ്മാവനില്ലേ, ഒരു വില്ലേജ് ഓഫീസർ? അമ്മാവനല്ലേ, ചെറിയച്ഛനാ. ഇപ്പൊ തഹസിൽദാരാ. പ്രൊമോഷനായോ? ഓ എനിക്കറിയാം, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അല്ലെന്നേ, ഞാൻ ആലോചിച്ചോണ്ടിരുന്നത് ഇവരുടെ വീട്ടിൽ 4 നേരം നോൺ വെജ് കഴിക്കുന്നുള്ള കാര്യം. മടുത്തു പോകത്തില്ലേ? അങ്ങനെയൊന്നുമില്ല ചേച്ചി, എനിക്ക് രുചിയോടെ എവിടെ നിന്ന് കിട്ടിയാലും ഞാൻ കഴിക്കും. ആണോ? ഇപ്പൊ നീ അത് ശീലിച്ച കേട്ടോ. ഞാൻ മടുത്തു ചേച്ചി. അല്ല, മടുത്തു എന്ന് പറഞ്ഞിട്ട് മീൻ കഴിച്ചല്ലോ. എന്തേ, ടേസ്റ്റ് ഉണ്ടാ? ടേസ്റ്റ് ഉണ്ട്, പക്ഷെ കുറച്ച് ഉപ്പ് കുറവെന്നേ ഉള്ളൂ. കഴിക്ക് കഴിക്ക്. ദേ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കാതെ അങ്ങോട്ട് ഇപ്പൊ വേണ്ട ചേച്ചി. കഴിക്ക്. കുഴപ്പമില്ല. ഇല്ല, ഇനി ചെറിയച്ഛന്റെ വീട്ടിൽ പോയി കഴിക്കണം. കിട്ടോ? വേണ്ട മതി. മതി അമ്മ, നിർബന്ധിക്കണ്ട. ചേച്ചി ആ മിസ്സേജ് വന്നിട്ട് കൊടുക്ക്, 2 എണ്ണം കൊടുക്ക. നന്നായിട്ട് കഴിക്കും കേട്ടോ. നാരങ്ങ വേണമെങ്കിൽ എടുത്ത് പിഴിഞ്ഞോളേ. കഴിക്കുന്നു. ഇപ്പോഴേ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ പറ്റും. നീ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ പറ്റുമോ? കുക്കിംഗ് ഒക്കെ അറിയോ? ഇല്ല, നമുക്കവിടെ ക്യാൻറ്റീൻ ഉണ്ട്. ആണല്ലേ? ഇനി പഠിച്ചോ കേട്ടോ. വേണ്ടി വരും. ഇല്ല, കൊണ്ടുപോകുന്നു. അതാ പറഞ്ഞത്, വേണ്ടി വരുന്നു. അതെ, അതൊന്നും അറിയില്ലല്ലോ. അതൊക്കെ അവള് പഠിക്കും. അപ്പൊ പിന്നെ അതങ്ങായി. അപ്പൊ പിന്നെ മക്കളെ ഇറങ്ങിട്ടെ. ശരി ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇറങ്ങിക്കോ. അപ്പൊ മഹേഷേ, പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി പറഞ്ഞ കേട്ടോ. ഡീ വിളിച്ചോണ്ട് വരണം. വരാം ചേട്ടാ. നേരത്തെ പറഞ്ഞിട്ടൊക്കെ വരണം കേട്ടോ. ഇന്ന് തന്നെ കണ്ടില്ല, നിങ്ങൾ പെട്ടെന്ന് വന്നോണ്ട് എനിക്ക് ഒന്നും ഒരുക്കാൻ പറ്റിയില്ല. കാര്യമായിട്ട് എന്തെങ്കിലും എനിക്ക് ട്രീറ്റ് ചെയ്യുന്നുണ്ടോ? സാരമില്ല, ഇനി വരുമ്പോ വിളിച്ച് പറഞ്ഞിട്ട് വരാം. ശരി എന്നാ, ഓക്കെ. സാരിയൊക്കെ നേരെ വെക്കും.
ആ ശരി. ശരി. നല്ല ചെക്കനല്ലേ? നല്ല ചെക്ക്. നല്ലൊരു നല്ല ജോഡി. പോണു. ഹലോ. അച്ഛാ. മുങ്ങി മുങ്ങി. ഡി, എനിക്കും കിട്ടിയില്ല. അതും കൂടി നീ ആലോചിക്കണം. എന്നിട്ട് നീ എന്റെ എത്ര ഞാൻ കരയുന്നില്ലല്ലോ. ഫീലിങ്സ് ഇല്ലെന്ന് വെച്ചാൽ എന്റെ കാര്യമേ അമ്മ അമ്മ അത് കാണുമ്പോഴേ കൊതിയാവുന്നമ്മ. ദുഷ്ടകൂട്ടങ്ങളെല്ലാം തിന്നിട്ട് ഇറങ്ങിപ്പോയി. മുള്ളെങ്കിലും വെച്ചൂടായിരുന്നു.